വിശുദ്ധ കൊച്ചുരേസി പറയുന്നുണ്ട്, നരകത്തിലുള്ള മുഴുവൻ പിശാചുക്കളും ഒരാത്മാവിനോട് ചെയ്യുന്ന ദ്രോഹം എത്രയോ വലുതാണോ അതിനേക്കാൾ ആഴമുള്ളതും വലുതുമാണ് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിന് സംഭവിക്കുന്ന നഷ്ടം. ഓരോ ചെറിയ പാപം ചെയ്യുമ്പോഴും ഒരാത്മാവിന് നഷ്ടമാകുന്നത് നമ്മൾ വിചാരിക്കാത്ത അത്ര മഹാകൃപകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പാപിയുടെ മാനസാന്തരത്തില് സ്വർഗം മുഴുവനും സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. വചനം പറയുകയാണ്, ഒരു പാപിയെ പാപാവസ്ഥയിൽ നിന്ന് പിടിച്ചു കയറ്റുന്നവൻ അവന്റെ തന്നെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, സത്യത്തിന് സാക്ഷ്യം നൽകാനായിട്ട്. ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയാണ്, സത്യത്തിന് ക്രിസ്തുവിന് സാക്ഷികളായിട്ട് മാറാനായിട്ടാണ്. അത് നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് എനിക്ക് സാക്ഷിയാകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. എൻ്റെ വിശുദ്ധമായ ജീവിതം, പാപം ചെയ്യാത്ത വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട്, അതുവഴി അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വചനം പറയുന്നുണ്ടല്ലോ. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധി ആയിരിക്കട്ടെ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള വലിയ കൃപകൾക്കായിട്ട് നമുക്ക് അനുദിനവും പ്രാർത്ഥിക്കാം.